ഇന്ന് നമ്മുടെ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരികയാണ്. കോടതികളിൽ ഇതെന്തായാലും ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യം തീർച്ചയാണ്. തടഞ്ഞില്ലെങ്കിൽ നിയമരംഗത്ത് വലിയൊരു ഡീമോണിറ്റൈസേഷൻ തന്നെയായിരിക്കും ഇത്. എന്തുകൊണ്ടാണ് നാം ഇതിനെ എതിർക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. ആദ്യമായിട്ട് ജനാധിപത്യ വിരുദ്ധ രീതിയിൽ 100ഓളം MP-മാരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ ശേഷം യാതൊരുവിധ ഡിസ്കഷനുമില്ലാതെയാണ് ഈ നിയമങ്ങൾ വന്നിരിക്കുന്നത്. രണ്ടാമത്, ഇന്ത്യൻ ക്രിമിനൽ നിയമങ്ങളെ കൊളോണിയൽ പാരമ്പര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എന്നാണ് ഇതിന്റെ ഉദ്ദേശം പറഞ്ഞത്. പക്ഷേ പുതിയ നിയമങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 95% അത് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അത് നിലനിർത്തിയിട്ടുണ്ട്. കൂടാതെ കൂടുതൽ ജനാധിപത്യ വിരുദ്ധവുമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രാജ്യദ്രോഹം ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും 124A ഉണ്ടായിരുന്ന അതേ കുറ്റകൃത്യം കുറച്ചും കൂടെ കർശനമായ ഭാഷയിൽ രാജ്യത്തിനെതിരെയുള്ള കുറ്റകൃത്യം എന്ന പേരിൽ പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രാജ്യത്തിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമെതിരെയുള്ള പ്രവർത്തികൾ എന്നാണ് അതിൽ ചേർത്തിട്ടുള്ളത്. ഇതുവഴി ഏതൊരു സാധാരണ പ്രവൃത്തിയെയും രാജ്യദ്രോഹ കുറ്റമായി വ്യാഖ്യാനിക്കാൻ പോലീസിന് പവർ കൊടുക്കുന്നതാണ്. ഇനി നാലാമതായിട്ട് മർദ്ദക നിയമം എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ് UAPA. ഭീകരപ്രവർത്തനം ആരോപിച്ച് ഒരുപാട് പേര് ഇതുവരെ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. ത്വാഹ മുതൽ ഹാത്രസിൽ നിന്ന് സിദ്ദീഖാപ്പൻ, അതുപോലെ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ KK ഷൈന, അങ്ങനെ ഒരുപാട് പേരുടെ ചിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പുതിയ പരിഷ്കാര പ്രകാരം ഒരു പ്രത്യേക നിയമത്തിൽ മാത്രമല്ല ഭീകരപ്രവർത്തനം കുറ്റകൃത്യമായിട്ട് നിർവഹിച്ചിട്ടുള്ളത്. പകരം സാധാരണ നിയമത്തിലും അത് ഇൻക്ലൂഡഡ് ആയിട്ട് അതിനെ ഒരു കുറ്റകൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. സാധാരണ UAPA കേസുകൾ അന്വേഷിക്കേണ്ടത് NIA ആണ്. അങ്ങനെ ഒരു അന്വേഷണം നടത്തി അതിൽ പ്രതി ചേർക്കണമെങ്കിൽ സർക്കാരിന്റെ മുൻ അനുമതി വേണം. എന്നാൽ സാധാരണ നിയമത്തിന്റെ ഭാഗമായിട്ട് ഭീകരപ്രവർത്തനം വരുമ്പോൾ ഇനി അങ്ങനെ ഒരു അനുമതിയുടെയോ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയോ ആവശ്യമില്ല. ഏതൊരു പോലീസ് സ്റ്റേഷനിലും പോലീസുകാർക്ക് നേരിട്ട് കേസെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് കുറ്റാരോപിതരെ പോലീസ് കസ്റ്റഡിയിൽ വിടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 15 ദിവസത്തെ പോലീസ് കസ്റ്റഡി കൂടുതൽ ദീർഘവും അതുപോലെ തന്നെ എളുപ്പവുമാവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ജാമ്യവും മറ്റുള്ള കാര്യങ്ങളും കൂടുതൽ ദുഷ്കരമാവാനുള്ള സാധ്യതയുമുണ്ട്. അടുത്തത് FIR രജിസ്റ്റർ ചെയ്യുന്നതിലുള്ള പോലീസിന്റെ പരമാധികാരമാണ്. ഇതുവരെ നിലനിന്നിരുന്നത് എന്തായാലും FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ FIR രജിസ്ട്രേഷൻ പോലീസിന്റെ വിവേചനാധികാരത്തിൽ പെടുകയും അത് സാധാരണ ജനങ്ങളുടെ ഉറപ്പായും നീതി ലംഘനം തന്നെയാണ്. അടുത്തതായി ഇന്നു മുതൽ രാജ്യത്ത് 2 നിയമ സംഹിതകളാണ് നിലവിലുണ്ടാവുക. ഇന്നലെ വരെ രജിസ്റ്റർ ചെയ്ത കേസുകൾക്ക് IPC എവിഡൻസ്, അതുപോലെ തന്നെ CRPC. ഇന്നു മുതൽ രജിസ്റ്റർ ചെയ്ത കേസുകൾക്ക് പുതിയ നിയമങ്ങളായിരിക്കും ബാധകമാവുക. ഇത്രയും വർഷത്തെ പതിറ്റാണ്ടുകളായിട്ട് പല കോടതികളും പുനർനിർവചിച്ച് ഡിസ്കസ് ചെയ്ത് കൊണ്ടുവന്ന സെക്ഷൻസിന്റെ ക്ലാരിറ്റി ഇനി പുതിയ സെഷൻസ് അത് വരാൻ ഒരുപാട് സമയവും കൺഫ്യൂഷനും ഉണ്ടാവും. അതുപോലെ പ്രൊസീജറൽ ലോ, ഏത് പ്രൊസീജറൽ ലോ ആണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ. ഇനി ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത്, ദരിദ്ര രാജ്യം, അതുപോലെ തന്നെ സൈബർ സാക്ഷരത നേടാത്ത, ഇന്റർനെറ്റോ മറ്റു സൗകര്യങ്ങളോ എല്ലായിടത്തും ഒരുപോലെ ഇല്ലാത്ത ഒരു രാജ്യത്ത് ക്രിമിനൽ നിയമ പ്രോസസ്സുകൾ ഒക്കെ ഡിജിറ്റലൈസ് ചെയ്യുന്നത് എത്രത്തോളം ആൾക്കാർക്ക് ഗുണകരമാവും എന്നുള്ള ഇത് സംശയം തന്നെയാണ്. ജനാധിപത്യവൽക്കരണം എന്ന പേരിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നത് കൂടുതൽ ജനാധിപത്യത്തെ ഇതിലേക്ക് മുൾമുന്നിൽ നിർത്തുകയാണ്. ഇതിനെതിരെ നമ്മൾ പോരാടുക തന്നെ വേണം. ഇതിനെതിരെ ഉറപ്പായും കോടതികളിൽ ചോദ്യങ്ങൾ വരും. നമുക്ക് അവരുടെ ഡിസിഷൻസും ജഡ്ജ്മെന്റ്സിനുമായിട്ട് കാത്തിരിക്കാം. താങ്ക്